ത്രിയേക ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉണർവ് 2025 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നായിരിക്കുന്നത് നമ്മുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റിലെ സെന്റ് ജോൺസ് കുടുംബ യൂണിറ്റിൽപ്പെട്ട ആഞ്ഞിലിമുട്ടിൽ വർഗീസേട്ടന്റെ ഭവനത്തിലാണ്. ഇതിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ കൊച്ചച്ചൻ പറയും. ഈ സെന്റ് ജോൺസ് കുടുംബ യൂണിറ്റിലെ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം നമ്മളിന്നായിരിക്കുമ്പോൾ ഇവരുടെ വിശേഷങ്ങൾ ഇവർ നമുക്കായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് പോകുന്ന ആ വിഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം.
അപ്പോൾ നമ്മുടെ കൂടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. നമ്മൾ കപ്പ ഇറച്ചിയൊക്കെ അവിടെ ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നൊരു ചെറിയൊരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ നമുക്കൊരു ചെറിയൊരു ഗെയിം ഇവരുടെ ഒപ്പം കളിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം അവർ മലയാളത്തിലേ പറയാൻ പോലും, ഇംഗ്ലീഷ് വാക്കുകൾ അവർ യൂസ് ചെയ്യരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ അമ്മച്ചിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അമ്മച്ചി പേരെന്താ? അന്നക്കുട്ടി. അന്നക്കുട്ടി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവ്, ഓക്കെ, മോൻ, മോൻ്റെ ഭാര്യ, ഓക്കെ, 2 പിള്ളേർ. വൈഫ് എവിടെ ചെയ്യാം? മോൻ്റെ വൈഫ് എവിടെ വർക്ക് ചെയ്യുന്നത്? അയ്യോ, ഇവിടെ പേര് കിട്ടണില്ലോളെ. പേര് കിട്ടുന്നില്ല. ഓക്കെ, ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഉവ്വ, എല്ലാ ദിവസവും വായിക്കും? എല്ലാ ദിവസവും വായിക്കും. എപ്പോഴാണ് വായിക്കുക യൂഷ്വലി? ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ. ഊണ് കഴിയുമ്പോൾ. സീരിയൽ കാണോ? കാണും. കാണും. ഏതാ ഇഷ്ടപ്പെട്ട സീരിയല്? ഇഷ്ടപ്പെട്ടത് ആ സീരിയലിൻ്റെ പേര് പറയണം. സീരിയൽ ഇംഗ്ലീഷ്. അതെ. റെഡിയാണ്? ചോദിക്കുകയാണ്. പേരെന്താ? മേരി പാപ്പച്ചൻ. മേരി പാപ്പച്ചൻ. സ്വന്തം വീട് എവിടെയാ? കടയിരിപ്പ്. കടയിരിപ്പ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവും മോനും മോൻ്റെ ഭാര്യയും. ഓക്കെ, ഈ സാരിയുടെ കളർ എന്താ അമ്മച്ചി? നീല. നീല. ഓക്കെ, അമ്മച്ചിക്ക് അപ്പച്ചനായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? എന്നോട് വളരെ സ്നേഹമാണ്. വളരെ സ്നേഹത്തിലാണ്. ഓക്കെ, സാരി എന്തെങ്കിലും മേടിച്ച് തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അമ്മച്ചിക്ക് ഏറ്റവും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി? മീൻ കറിയാണ്. ഓക്കെ, എങ്ങനെ മീൻകറി ഉണ്ടാക്കാൻ? ലൈക്ക് എനിക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ യൂഷ്വലി മീൻ വറുത്തത് ഉണ്ടാക്കും. ഒന്ന് പറഞ്ഞു. ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് ചാലിച്ച് കുടംപുളി ഇട്ട് മീൻ കഷ്ണം പറക്കിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. ഓക്കെ, സ്വാദിഷ്ടമായ മീൻകറി അങ്ങനെ നമുക്ക് റെഡിയാക്കാന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അമ്മച്ചി, സ്കൂൾ എവിടെ പഠിച്ചത് ചെറുപ്പത്തിൽ? ഏത് സ്കൂളിലാണ്? കടയിരിപ്പ്. കടയിരിപ്പ്. വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു? അതെ, അതെ. അപ്പൊ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഓർമ്മയുണ്ടോ? അന്നക്കുട്ടി. അന്നക്കുട്ടി. ഇപ്പൊ അന്നക്കുട്ടിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? അനിയത്തി വീട്ടിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ കാണും. ഓക്കെ, അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അമ്മച്ചി ഉണ്ടാക്കുന്നതല്ല, കഴിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? ചപ്പാത്തി. ചപ്പാത്തി. ഏതാ കറി ചപ്പാത്തിക്ക്? കിഴങ്ങ് കറി. കിഴങ്ങ് കറി. കറി ഇംഗ്ലീഷാണ്, പക്ഷെ അമ്മച്ചി കുറെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു നിന്നു കേട്ടോ. ഞാൻ അപ്പടി പറഞ്ഞോളൂ. അമ്മച്ചി പേരെന്താ? ചിന്നമ്മ കുരുവിള. ചിന്നമ്മ കുരുവിള. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ മോൻ്റെ ഭാര്യ, ഒരു മോനും അവിടെ ഉണ്ട്. ഓക്കെ, കൊച്ചുമകൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ഫ്രണ്ടിന്റെ അമ്മാമ്മയാണ്. കൊച്ചുമകൻ എന്താ ചെയ്യുന്നത്? ഇപ്പം വെറുതെ ഇരിക്കുക, ഒന്നിനും മുള്ള വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ സാരി ആരാ മേടിച്ച? ഈ സാരി ഇംഗ്ലീഷാണ്. അമ്മച്ചി റെഡി അല്ലേ? ചോദ്യം ചോദിക്കാം. പേരെന്താ? സാറാക്കുട്ടി. സാറാക്കുട്ടി. സാറാക്കുട്ടി അമ്മച്ചി, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാമോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഇഷ്ടപ്പെട്ട അനുഭവങ്ങളായിരുന്നു, അതുകൊണ്ട് അമ്മച്ചിക്ക് ഒരെണ്ണം മാത്രം എടുത്തു പറയാൻ പറ്റണില്ല എന്നാണ് പറയണേ. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? ബെസ്റ്റ് ഫ്രണ്ട് സാറാമ്മ. സാറാമ്മ. ബെസ്റ്റ് ഫ്രണ്ട് ഇംഗ്ലീഷാണ്. അമ്മച്ചി പേരെന്താ? അന്നക്കുട്ടി ഹരീസ്. അന്നക്കുട്ടി. ഈ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ആക്സിഡൻസ് കൂടുകയാണ്, റോഡ് ആക്സിഡൻസ്. അതിനെക്കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്താ? പിള്ളേർക്കൊക്കെ വേഗത കൂടണം, വണ്ടിക്ക് ഓടിക്കാൻ സ്ഥലത്തെ കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ വണ്ടികൾ കൂടുതൽ റോട്ടിൽ ഓടുന്നുണ്ട്. ഓക്കെ, റോഡ് ഇംഗ്ലീഷാണ്. അയ്യോ. അമ്മച്ചി പേരെന്താ? മറിയാമ്പ മരിയാക്കോ. ഓക്കെ, ഏതാ പഞ്ചായത്ത്? പഞ്ചായത്ത് കേൾക്കുന്നല്ലോ. പഞ്ചായത്ത് ഇംഗ്ലീഷാണ്. അങ്ങനെ നമ്മൾ 6 സുന്ദരിമണികളായ അമ്മച്ചിമാരോട് ചോദ്യമൊക്കെ ചോദിച്ചു. അവർ തോൽവിയൊക്കെ സമ്മതിച്ചു. ഇനി നമുക്ക് 2 സുന്ദര കുട്ടപ്പന്മാരോട് ഇരിപ്പുണ്ട്, അപ്പൊ അവരോട് ചോദിക്കാം. അപ്പച്ച പേരെന്താ? ഈ കണ്ണിൽ എന്താ വെച്ചേക്കുന്നേ? അറിയാൻ പാടില്ല. കണ്ണടയാണ്. ഓക്കെ, അപ്പച്ചൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ? നടന്നു വന്നു. ഓക്കെ, അപ്പച്ചന് വണ്ടി ഓടിക്കാൻ അറിയോ? ഇല്ല. ആഗ്രഹമുണ്ടോ വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന്? ആഗ്രഹമൊന്നുമില്ല.
ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? അന്ന് ഭക്ഷണം കഴിക്കാറില്ല. അയ്യോ, അപ്പച്ചൻ ഭയങ്കര കോൺഫിഡൻസിലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളിന്ന് ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയേക്കണേ, എന്ത് ചെയ്യും? കഴിക്കൂല. ഓക്കെ. അപ്പച്ച സ്കൂളിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എത്രാം ക്ലാസ് വരെ പഠിച്ചു? പോയിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ അതറിയില്ല. ഓക്കെ. അപ്പച്ചന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് മക്കളുണ്ട്. എന്താ ചെയ്യുന്ന മക്കള്? മക്കള് ഇപ്പൊ ഓടി നടക്കാണ്. ഓക്കെ. നോക്കാനിപ്പോ പാടാണോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, മാനേജ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ. ഈ ഷർട്ട് എവിടെ നിന്ന് അപ്പച്ചൻ മേടിച്ചേ? ഞാൻ മേടിച്ചത് കടയിൽ നിന്നാണ്. ഏതാ കട? ഇവിടെ നമ്മുടെ അടുത്താണോ? അറിയില്ല. കട അറിയില്ല. ഓക്കെ. അപ്പച്ച എല്ലാത്തിനും ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാ ഓക്കെ. അപ്പച്ചൻ പേടിച്ചിട്ടാന്നാണ് അമ്മച്ചി പറയണത്. ഓക്കെ. അപ്പച്ച 2 പല്ല് പോയല്ലോ? പോയി, കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ഫുഡ് കഴിക്കണില്ലല്ലോ, അതുകൊണ്ട് പല്ല ആവശ്യമില്ല. ഓക്കെ. പിന്നെ അപ്പച്ച സ്കൂളിനെ കുറിച്ചൊക്കെ പറയുമ്പം ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ടീച്ചർ ഉണ്ടോ? അറിയാൻ പാടില്ല. അപ്പച്ചൻ ഏതാ പഞ്ചായത്ത്? പഞ്ചായത്തിൽ പോയല്ലോ. അപ്പൊ നമുക്ക് ഈ അപ്പച്ചനാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത്. അല്ല, അച്ഛനുണ്ടല്ലേ? ഓക്കെ. അപ്പച്ച പേരെന്താണ്? പാപ്പച്ചൻ ഇസഹാക്ക്. അപ്പച്ചന്റെ സ്വന്തം നാട് ഇവിടെ തന്നെ ആണോ? ഇവിടെ തന്നെയാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പച്ച? വീട്ടില് ഞാനും ഭാര്യയും മക്കള് 2 പേര്. അതിന്റെ 2 പേര് മക്കള്. ഓക്കെ. അപ്പൊ അപ്പാപ്പനാണ്. ഓക്കെ. അപ്പച്ചന്റെ ഏറ്റവും ഇഷ്ടമുള്ള സീരിയൽ? സീരിയൽ ഇംഗ്ലീഷ് എന്തോ? അത് തന്നെയാണ് അമ്മച്ചി ഔട്ടായതല്ലേ? സീരിയൽ വാക്കിലാണ് അമ്മച്ചി ഔട്ടായത്. ഞാൻ ഇതിലെ പറയില്ലേന്ന് ഓർക്കും. ഞങ്ങൾക്കറിയില്ല സീരിയലല്ലേ, സാധാരണ എല്ലാവരും സീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരാളും കൂടി ഉള്ളത് ആരായിരിക്കും? നമ്മുടെ അച്ഛനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അച്ഛനിലേക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എല്ലാരും ഉണ്ട്. സമയം എത്രയെന്ന് അറിയോ അച്ഛൻ? സമയം 2:10. എന്തെങ്കിലും നോക്കിയപ്പോ സമയം പറഞ്ഞേ? അത് ഘടികാരമുണ്ട്. ഓക്കെ. അച്ഛൻ തലയിലിരുന്ന് ക്യാപ്പ് വെച്ചേക്കുന്ന? തലയിൽ തൊപ്പിയാണോ? ഓക്കെ. ഡ്രസ്സിന്റെ കളറ്? വെള്ളയാണ്. ഓക്കെ. അച്ഛൻ എന്താ പഠിച്ചത്? ഞാൻ ഈ ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയൊക്കെ ബന്ധപ്പെട്ട ഒരു ഇതാ പഠിച്ചത്. അമ്മായി വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛാ? അമ്മായി ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? അതൊരു വ്യവസായ സ്ഥാപനത്തിലാണ്. അവിടെയും ഇത് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കറി ഏതാ? എനിക്ക് അത്യാവശ്യം എല്ലാ കറികളും. അപ്പൊ അച്ഛൻ കറി പറഞ്ഞു, അച്ഛൻ ഔട്ടായി. അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമില് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് ആ ഇരിക്കുന്ന നീല സാരി ഉടുത്തു എന്നാണ് അമ്മച്ചി പറയണത്. ഈ അമ്മച്ചിയാണ് മേരി. അപ്പൊ അമ്മച്ചിയാണ് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് പറഞ്ഞേക്കുന്നത്. ഒരു കയ്യടി കൊടുക്കാൻ പാടില്ല നമുക്ക്? ഓക്കെ. അപ്പൊ ഈ സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറ്. അങ്ങനെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണിയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കഴിക്കാം. കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ. പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ
മൂവാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ രുചികരമായ ഒരു കപ്പ ബിരിയാണി കഴിച്ചിരിക്കുകയാണ്. ഈ സെൻറ് ജോൺസ് കുടുംബ യൂണിറ്റിലെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇത്ര നേരവും നമ്മളോട് കൂടെ വളരെ ആക്റ്റീവായിട്ട് ഇവരുടെ ഒരു കൂട്ടായ്മ, ഒരു എനർജി നമ്മൾ ആ ഗെയിമൊക്കെ കളിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. പ്രകാരം മുന്നോട്ട് ഈ ഒരു കൂട്ടായ്മ ഒത്തൊരുമയോടുകൂടി ഒരു എനർജറ്റിക് ആയിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.